നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്റെയും കുട്ടികളുടെ ജീവൻ രക്ഷിച്ചവളുടെ കുടുംബത്തിനൊരു ആവശ്യം വന്നപ്പോ സഹായിച്ചതാണോ ഞാൻ ചെയ്ത തെറ്റ്? എങ്കിൽ എന്നെയാ ശിക്ഷിക്കേണ്ടത്, അല്ലാതെ ഒരു പാവം പെണ്ണിനെ ഹോസ്പിറ്റലിൽ പോയി ഭീഷണിപ്പെടുത്തതല്ല വേണ്ടത്. ഇന്നലെ വരെ നിലനിൽപ്പിന് വേണ്ടി ഞാൻ ഒരു കള്ളം പോലും അമ്മയോട് പറഞ്ഞിട്ടില്ല. ശ്യാമയുടെ കാര്യത്തില് അങ്ങനെ പറയേണ്ടി വന്നതിൽ എനിക്ക് കുറ്റബോധമുണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന തരത്തില് ഒരു ബന്ധവും ഞങ്ങൾ തമ്മിലില്ല. വെറും ഫ്രണ്ട്ഷിപ്പ് മാത്രം. വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കുക. നിന്നെ അവള് ഒരു ട്രാപ്പിൽപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്നൊരു സംശയം ഞങ്ങൾക്കുണ്ടായിപ്പോയി. നീ അവളുടെ അനിയന് ചികിത്സയ്ക്കുള്ള പണം കൊടുത്തതും അക്കാര്യം ഒളിപ്പിച്ചു വെച്ചതും സംശയം കൂട്ടി. അക്കാര്യത്തിൽ അമ്മയ്ക്ക് സങ്കടമുണ്ട്. അമ്മയുടെ സങ്കടം ഞാൻ മാറ്റിക്കൊള്ളാം. എടാ, നമ്മളെന്നും ഒരു മനസ്സോടെ ജീവിക്കണം. എന്തൊക്കെ തെറ്റിദ്ധാരണ ജീവിതത്തിലുണ്ടായാലും അത് അപ്പം തന്നെ സംസാരിച്ച് ക്ലിയർ ചെയ്ത് പോകണം. അമ്മയും ഞങ്ങളുമൊക്കെ നിന്റെ കാര്യത്തിൽ ഓവറായിട്ട് ഇടപെടുന്നതും വഴക്ക് പറയുന്നതുമെല്ലാം സ്നേഹം കൊണ്ടാടാ. നിന്നെ ഞങ്ങൾക്ക് അത്രയ്ക്ക് ഇഷ്ടമാ. പാടാ. അതെ, നിങ്ങളെങ്ങനെ സ്നേഹപ്രകടനം നടത്തിയെന്നാ മതിയോ? ഞങ്ങള് ഓഫീസിലേക്ക് പറഞ്ഞു വച്ചാ. വീട്ടുകാരും പോലെ തന്നെ പ്രധാനപ്പെട്ടതാ ബിസിനസ്സും. ഞങ്ങള് ദേ ഇറങ്ങിച്ചാ. ഫാക്ടറിക്ക് വേണ്ടി നോക്കി വെച്ച സ്ഥലത്തിന്റെ അഡ്വാൻസ് കൊടുക്കുന്ന ഡേറ്റ് ഇന്നാ. നീ അത് മറന്നോ? ഇല്ല ചാ, രവീന്ദ്രൻ സാറിനോട് ഓഫീസിലേക്ക് വരാൻ പറയാം. അദ്ദേഹത്തിന് എന്തോ ക്ഷീണമാണെന്ന് പറഞ്ഞു. 30 ലക്ഷം നമുക്ക് അവിടെ എത്തിച്ചു കൊടുക്കാം. കൃഷ്ണപുരത്ത് അദ്ദേഹം താമസിക്കുന്നത്. കൃഷ്ണപുരം? അത് ശ്യാമ താമസിക്കുന്ന സ്ഥലമല്ലേ? നീ എന്താ ആലോചിക്കുന്നത്? ഏയ് ഒന്നുമില്ല. അച്ഛൻ വേഗം റെഡി ആയിക്കോ, നമുക്ക് ഉടനെ പോവാം. ഞാൻ അമ്മയൊന്ന് കണ്ടിട്ട് വരാം. ഈ ലോകത്താകെ കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്ക് എന്തും. അവൻ എന്റെ ജീവന. അവന്റെ മനസ്സ് വേദനിക്കുന്ന എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്നൊക്കെയാണല്ലോ എപ്പോഴും പറയാറ്. അതൊക്കെ പറച്ചില് മാത്രമേ ഉള്ളൂ അല്ലേ? അമ്മയ്ക്ക് എന്നെ കാണാതെ സംസാരിക്കാതിരിക്കാൻ പറ്റുമോ? അമ്മേ, അമ്മ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന കേട്ടിട്ട് പോ. അമ്മയുടെ മുഖത്ത് നോക്കി കള്ളം പറയുന്നവന്റെ വാക്ക് കേൾക്കേണ്ട കാര്യമില്ല എനിക്ക്. ഞാൻ അമ്മയോട് കള്ളം പറഞ്ഞിട്ടില്ല. ഫ്രണ്ടിന്റെ അനിയനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെന്നല്ലേ ഞാൻ പറഞ്ഞത്. ആ ഫ്രണ്ടിന്റെ പേര് ശ്യാമ എന്നായിപ്പോയി. അഗി, ആ പേരിനി ഇവിടെ മിണ്ടരുത്. അവളുടെ സ്ഥാനത്ത് മറ്റൊരാളാണെങ്കിലും ഞാൻ ഈ സഹായമൊക്കെ ചെയ്തേനെ. എനിക്ക് നീ പറയുന്ന ന്യായങ്ങളൊന്നും കേൾക്കണ്ട. നിനക്കൊരു പേര് ദോഷം വരാൻ ഞാൻ സമ്മതിക്കില്ല. അമ്മ എന്താ വിചാരിച്ചിരിക്കുന്നത്? ഞാനും ശ്യാമയും തമ്മിൽ ഇഷ്ടത്തിലാണെന്നോ? അമ്മേ, സത്യമായിട്ട് ഞങ്ങൾക്കിടയിൽ അങ്ങനെ ഒരു റിലേഷൻ ഇല്ല. എന്നൊന്ന് വിശ്വസിക്കേ. അമ്മ ദേഷ്യപ്പെടണ്ടെന്ന് കരുതി മാത്രമാ ഞാൻ ശ്യാമയുടെ പേര് പറയാത്തത്. സംഭവിച്ച കാര്യങ്ങള് ഞാൻ അപ്പോഴേ അമ്മയോട് പറയേണ്ടതായിരുന്നു. അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ക്ഷമിക്കമ്മേ. എടാ, നമ്മള് വിലയും നിലയും മറന്ന് നീ ചിന്തിച്ചു പോയോ നമ്മ കരുതി. ഞാൻ എപ്പോഴും അമ്മയുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരുന്നൊരു മകൻ തന്നെയായിരിക്കും. ഓ, അങ്ങനെ വസന്തരാമ്മയുടെ മുഖത്തെ കാർമേഘം മാറി സൂര്യൻ തെളിഞ്ഞു. ഓടാ അവിടുന്ന്. ഞാൻ അച്ഛനോട് പോയിട്ട് വരാം.
മാസം 9-ാം തീയതി ഞങ്ങളുടെ മോളുടെ ജന്മദിനമാണ്. എന്റെ മോൾക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റായി ആനന്ദവർമ്മയുടെ കുടുംബത്തിന് ഒരു ഷോക്ക് കൊടുക്കണം. എന്റെ മോളെ അവഹേളിച്ചിറക്കി വിട്ട വീട്ടിലേക്ക് അവർക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു പെണ്ണിനെ മരുമകളായി നമ്മൾ അയക്കുന്നു. നമ്മുടെ മകൾ ജനിച്ച അതേ ദിനത്തിൽ തന്നെ ശ്യാമ അഖിലിന്റെ വധുവായി ആ വീട്ടിലെത്തണം. 9-ാം തീയതിക്ക് ഇനി കുറച്ച് ദിവസമല്ലേ ഉള്ളൂ. അതിനിടയില് വിവാഹത്തിനുള്ള എല്ലാ കാര്യങ്ങളും പൂർത്തിയാവോ? തിരുമേനി പറയുന്നത് അവർക്ക് വിശ്വാസമാണ്. നിശ്ചയം വേണ്ട, വിവാഹം നേരിട്ട് നടത്താമെന്ന് ഒരു ജോത്സ്യനെ കൊണ്ട് അവരോട് പറയിക്കണം. തിരുമേനി, അഖിലും നക്ഷത്രയും തമ്മിലുള്ള വിവാഹത്തിന് ഏറ്റവും നല്ല ദിവസം അടുത്ത മാസം 9-ാം തീയതി ആയിരിക്കണം. പാരമ്പര്യമായി ചിട്ടവട്ടങ്ങൾ സൂക്ഷിക്കുന്ന കുടുംബക്കാരാ. പെട്ടെന്ന് വിവാഹം നടത്തണമെന്ന് പറഞ്ഞാല് അവര് സമ്മതിക്കോ? സമ്മതിപ്പിക്കണം. വിവാഹം നീട്ടിവെച്ചാൽ പല പ്രശ്നങ്ങളും ഉണ്ടാകുമെന്ന് പറഞ്ഞ് ഭയപ്പെടുത്തണം. നിശ്ചയം നടത്താതെ വിവാഹം നടത്തുന്നതിന് എന്തെങ്കിലും വിശേഷാൽ പൂജകൾ ചെയ്താൽ മതി എന്നങ്ങ് പറയണം. ആ ചടങ്ങുകളിലൊക്കെ നക്ഷത്രയെയും ഉൾപ്പെടുത്താവുന്ന രീതിയിൽ പ്ലാൻ ചെയ്യണം. ഇനി അധിക ദിവസം ഇല്ലല്ലോ. 9-ാം തീയതി വരെ അവൾ ഈ വേഷം കെട്ടിയാ പോരെ. 9-ാം തീയതി വിവാഹ മണ്ഡപത്തിൽ നക്ഷത്രയുടെ സ്ഥാനത്ത് ശ്യാമയെ അഖില് താലി കെട്ടും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.